തിരുവനന്തപുരം കുന്നത്തുകാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധിക സെലീനാമ്മയുടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. കമലേഷ് ചേരുന്നു. കമലേഷ്, എന്തൊക്കെയാണ് നടപടികൾ അവിടെ പുരോഗമിക്കുന്നത്? ഷമി, ഇപ്പോൾ മൃതദേഹം ഈ കല്ലറയിൽ നിന്നും പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫോറൻസിക് സർജന്മാരടക്കം നേരത്തെ തന്നെ എത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ നടപടികളെല്ലാം പുരോഗമിക്കുന്നത്. തഹസീൽദാരും ഇവിടെ ഈ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ തന്നെ മൃതദേഹം അടക്കം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ ഡോക്ടർമാരാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണോ അതോ മെഡിക്കൽ ഉള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ അവർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ഇവിടെ തന്നെ ഈ മൃതദേഹം അടക്കം ചെയ്യാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും പോവുക. ഏതായാലും നാട്ടുകാരാണ് ഈ വിഷയത്തിൽ ഒരു സംശയം ആദ്യം പ്രകടിപ്പിച്ചത്. ഇതിലൊരു അസ്വാഭാവികതയുണ്ട് ഈ മരണത്തിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ. ആദ്യം തന്നെ ഈ മൃതദേഹം 17-ാം തീയതിയാണ് സെലീനാമ്മ മരണപ്പെടുന്നത്. അതിനുശേഷം ഈ മൃതദേഹം കുളിപ്പിക്കുന്ന ഘട്ടത്തിലടക്കം ഇവരുടെ ശരീരത്തിൽ ചില മുറിപ്പാടുകളും ചതവുകളും ഒക്കെ കണ്ടിരുന്നു. ഇക്കാര്യം ഈ മറ്റ് സ്ത്രീകളുമായി പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി. അത് പിന്നീടാണ് ഈ മക്കൾ ഇവരുടെ കൂടെയല്ല താമസിക്കുന്നത്, അവരെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഒരു പരാതിയുമായി അവർ മുന്നോട്ട് പോയില്ല എന്നാണ് നാട്ടുകാരിൽ ചിലർ ഒരു ആക്ഷേപമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. പിന്നീട് അവരുടെ സ്വർണ്ണാഭരണങ്ങളടക്കം, അതായത് സെലീനാമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതെ പോകുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഈ നാട്ടുകാരിൽ ചിലർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സെലീനാമ്മയിൽ നിന്നും പലരും പണം പലിശയ്ക്ക് കടം വാങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതിൽ ആരൊക്കെ ഈ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുകൂടി നാട്ടുകാരിൽ ചിലർ പറയുന്നു. ഈ പൈസയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇവർക്ക് സംശയമുണ്ട്. ഇനി അങ്ങനെ വല്ലതുമാണോ ഈ ഒരു കാര്യത്തിലേക്ക് പോയത് എന്ന കാര്യമുണ്ട്. ഇതിലിപ്പോൾ ഈ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ആ സംശയത്തെ തുടർന്ന് തന്നെയാണ് മക്കൾ പാറശാല പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇത് അസ്വാഭാവികതയുണ്ട്, ദുരൂഹമരണമാണ് എന്നുള്ള നിലയിൽ. ആ നിലയിൽ അസ്വാഭാവിക മരണം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പോലീസ് ജില്ലാ ഭരണകൂടത്തെ ഇക്കാര്യം ധരിപ്പിക്കുകയും ഇത് പുറത്തെടുക്കണം, ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് തഹസീൽദാരടക്കം ഇവിടെ എത്തി, 3 ഫോറൻസിക് സർജന്മാരുടെ സംഘം എത്തി, വിരലടയാള വിദഗ്ധരെത്തി, എല്ലാവരും എത്തി ഈ മൃതദേഹം പുറത്തെടുത്ത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. മാധ്യമങ്ങളെ ഈ ഗേറ്റ്, ഈ പള്ളി മണിവിള സെൻറ്റ് ജോർജ് ബാപ്റ്റിസ്റ്റ് പള്ളിയിലാണ് ഈ സെമിത്തേരി ഉള്ളത്. അവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഈ ഗേറ്റിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. മാധ്യമങ്ങൾക്ക് അകത്ത് കടക്കാൻ വിലക്കുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് സാധാരണഗതിയിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി എടുക്കുന്ന സമയം. ഏതായാലും അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതോടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഷമി, കമലേഷ്, ഈ സെലീനാമ്മയുടെ മക്കൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? അവർ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? ഷമി, നിലവിൽ മക്കൾ ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. മക്കൾ എന്ന് തന്നെയല്ല, ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. നാട്ടുകാരിൽ ചിലർ മാത്രമാണ് നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അവർ തന്നെയാണ് ഇത്തരത്തിലൊരു ആക്ഷേപവും മുന്നോട്ട് വെച്ചത്. അതായത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇതിൽ അസ്വാഭാവികത എന്ന സംശയം ഉന്നയിച്ചിട്ട് കൂടി മക്കൾ ആദ്യഘട്ടത്തിൽ ഇത് പോലീസിലേക്ക് കൃത്യമായി ഒരു പരാതിയായി നൽകാൻ തയ്യാറായില്ല എന്നൊരു കാര്യം കൂടി അവർ പറയുന്നു. 17-ാം തീയതിയാണ് സെലീനാമ്മ മരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു ഘട്ടത്തിലാണ് ഒരു പരാതിയുമായി പാറശാല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.